ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുതിയൊരു കോൺസെപ്റ്റാണ് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ ആവശ്യകത എന്ന് നോക്കാം. അതായത് നമുക്കറിയാം ഓർഗനൈസേഷനിൽ പല ടൈപ്പ് ഓഫ് ലെവൽസ് ഉണ്ട്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഓരോ പൊസിഷനിലുള്ള ആളുകൾക്ക് വേണ്ട ഇൻഫോർമേഷൻ ഡിഫറെൻ്റ് ആയിരിക്കാം. അത് അളവിലും ക്വാളിറ്റിയിലും ഒക്കെ ഡിഫറൻസ് ഉണ്ടാകാം. അപ്പോൾ അവർക്ക് ഇൻഫോർമേഷൻ, പലതരത്തിലുള്ള ഇൻഫോർമേഷൻസ് ഓരോ പൊസിഷനിലുള്ളവർക്കും ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ആവശ്യമുള്ളത് കൊണ്ടാണ് നമുക്ക് ഏത് ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നത്, ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. The information needed by executives differs in quantity and quality according to their position and levels in organization hierarchy. നമ്മൾ പറഞ്ഞു ഓരോ എക്സിക്യൂട്ടീവ്സിന് ആവശ്യമുള്ള ഇൻഫോർമേഷൻ അത് ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോ പൊസിഷനിലും ലെവലിലും ഉള്ള ആളുകൾക്ക് അനുസരിച്ചിട്ട്. There are mainly 3 levels in an organization: top level management, middle level management, lower level management. 3 ലെവൽസാണ് പ്രധാനമായിട്ടുള്ളത് ഓർഗനൈസേഷൻ ഹൈറാർക്കിയിൽ. ഈ ടോപ്പ് ലെവലിൽ വരുന്ന ആൾക്കാർ നമുക്കറിയാം, അവരെന്ന് പറഞ്ഞാൽ MD, മാനേജിംഗ് ഡയറക്ടർ, അല്ലെങ്കിൽ CEO ഒരു കമ്പനീൻ്റെ, ഇവരൊക്കെയാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. അവർക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷനും മിഡിൽ ലെവലുള്ള ആളുകൾക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷനും ലോവർ ലെവലുള്ള ആളുകൾക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷനും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് മിഡിൽ പൊസിഷനിലുള്ള ആൾക്കാരാണ്. ഇവരെന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാകും. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഹെഡാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, ഇങ്ങനെയുള്ള ഹെഡ്, പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഹെഡുകളെയാണ് നമ്മൾ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ അവരാണ് വരിക. ഓക്കെ, ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഏറ്റവും ലോവർ ലെവലുള്ള ആൾക്കാർ, അതായത് സൂപ്രണ്ടൻറ്റ്, സൂപ്പർവൈസേഴ്സ്, ഇവരൊക്കെയാണ് ഈ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ വരിക. അപ്പോൾ ഈ ഓരോ ലെവലിലും ഉള്ള ആളുകൾക്ക് ആവശ്യമായുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് അളവിലും ക്വാളിറ്റിയിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം ഈസ് എ മെത്തേഡ് ബൈ വിച്ച് ആൻ ഓർഗനൈസേഷൻ കളക്ട്സ്, അനലൈസ് ആൻഡ് റിപ്പോർട്ട് ഇൻഫോർമേഷൻ അബൌട്ട് ഇറ്റ്സ് പീപ്പിൾ ആൻഡ് ജോബ്സ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം അഥവാ HRIS എന്ന് പറഞ്ഞാൽ അതൊരു മെത്തേഡാണ്. അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഓർഗനൈസേഷൻ ഡാറ്റ കളക്ട് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, റിപ്പോർട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിനെ പറ്റിയിട്ടുള്ളത്, പീപ്പിൾ ആൻഡ് ജോബ്സ്. ഓർഗനൈസേഷനുള്ള പീപ്പിൾ അഥവാ ഓർഗനൈസേഷനുള്ള ഹ്യൂമൻ റിസോഴ്സിനെ സംബന്ധിച്ചും ജോബിനെ സംബന്ധിച്ചുള്ള ഡാറ്റ കളക്ട് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. HRIS is basically a database system that offers important information about employees. അതായത് എംപ്ലോയീസിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ ഓഫർ ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് സിസ്റ്റമാണ് ഏതെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. When such information is needed, the data can be retrieved and used to facilitate human resource planning decisions. അതായത് നമുക്ക് എപ്പോഴാണോ അത്തരത്തിൽ ഹ്യൂമൻ റിസോഴ്സിനെ സംബന്ധിച്ച് ഇൻഫോർമേഷൻ ആവശ്യമായിട്ടുള്ളത്, അപ്പോൾ നമുക്ക് ആ ഡാറ്റ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് റിട്രീവ് ചെയ്യാം. എന്നിട്ട് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് പോലെയുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കുകയും ചെയ്യാം ആ ഡാറ്റ. അടുത്ത പറയാൻ പോകുന്ന ഇൻഫോർമേഷൻ നീഡ്സ് ഇൻ HRIS ആണ്. അതായത് ഇതിൽ പറയണത് ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്ക് പല ടൈപ്പ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ പറ്റിയിട്ടുള്ള പല ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻസ് ആവശ്യമുണ്ടാവും. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള പല ഇൻഫോർമേഷൻസും ആർക്ക് ആവശ്യമായിട്ടുണ്ടാവും, ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്ക് ആവശ്യമായിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് നൽകിക്കൊണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജറിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ള റോൾ ആർക്കുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിനുണ്ട്. അതാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. എന്തിനാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്ക് ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ്, ഹ്യൂമൻ റിസോഴ്സിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഡിസിഷൻസ് എടുക്കാനും റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ഇത്തരത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെ സംബന്ധിച്ച് ഇൻഫോർമേഷൻസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്ക് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റോളാണ് ആർക്കുള്ളത്, ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിന് ഉള്ളത്. Human resource manager needs considerable information and data relating to all areas of human resource management. നമ്മൾ പറഞ്ഞു HR information system provide information necessary for planning, controlling, decision making and prepare reports. Human resource information system എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സിനെ സംബന്ധിച്ച് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ളത്, ഹ്യൂമൻ റിസോഴ്സിനെ സംബന്ധിച്ച് പ്ലാനിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും കൺട്രോളിങ്ങിനും റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് HRIS. ഇൻഫോർമേഷൻ റിക്വയർഡ് ഫോർ വേരിയസ് ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആർ ആസ് ഫോളോസ്. ഇനി എന്തൊക്കെ ഇൻഫോർമേഷനാണ് HRIS പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് ഏതൊക്കെ ഫങ്ഷൻസ്
ഫുൾഫിൽ ചെയ്യാൻ ഈ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് പറയാം. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ 4 ഫങ്ഷൻസ് ഫുൾഫിൽ ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പ്രധാനമായിട്ടും ഈ 4 ഫങ്ഷൻസ് ഫുൾഫിൽ ചെയ്യാൻ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് ലഭ്യമാകുന്നു. ഏതൊക്കെ? പ്രൊക്യൂർമെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഹ്യൂമൻ റിസോഴ്സിനെ ഓർഗനൈസേഷനിൽ അക്വയർ എടുക്കുന്നില്ല, നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ പ്രൊക്യൂർമെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള എംപ്ലോയീസിനെ നമ്മൾ ഹയർ ചെയ്യുന്നതിനെയാണ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയാം. അപ്പോൾ എത്ര എംപ്ലോയീസ് ഇപ്പോൾ നിലവിലുണ്ട്, ഇനി എത്ര ആൾക്കാർ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ആവശ്യമുണ്ട്, ഇത്തരത്തിലുള്ള ഫങ്ഷൻസ്, ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം. അടുത്ത ഡെവലപ്മെൻറ്റ് ഫംഗ്ഷനാണ്. ആ ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻ എന്നാൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കൊടുത്തതിൻ്റെയും ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുത്തതിൻ്റെയും ഒക്കെ കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് ഈ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് കിട്ടും. എത്രത്തോളം കോസ്റ്റ് ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു, എത്രത്തോളം കോസ്റ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു, ഇത് എഫക്റ്റീവ് ആയിരുന്നോ, ഇതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻ ആവശ്യമായിട്ടുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോമ്പൻസേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷനുള്ള ഹ്യൂമൻ റിസോഴ്സിൻ്റെ വേജസ് അല്ലെങ്കിൽ സാലറി ഡിറ്റർമൈൻ ചെയ്യുകയും കാൽക്കുലേറ്റ് ചെയ്യുന്നതുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ഫംഗ്ഷനാണ് ഈ കോമ്പൻസേഷൻ ഫംഗ്ഷൻ. അത് സംബന്ധിച്ചുള്ള ഡാറ്റ. അതുപോലെ മെയിൻ്റനൻസ് ഫംഗ്ഷൻ, ഓർഗനൈസേഷൻ നമ്മുടെ എംപ്ലോയീസിനെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകാം നമ്മുടെ ഓർഗനൈസേഷനിൽ. ഓക്കെ, അപ്പോൾ അവരിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആബ്സെൻ്റ് ആകുന്നുണ്ടെങ്കിൽ ആബ്സെൻറ്റീസത്തിൻ്റെ കാരണം എന്താണ്, അവർ സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ വിട്ട് എംപ്ലോയീസ് പോകുന്നു, ഇത്തരത്തിലുള്ള റീസൺസ് ഒക്കെ കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്യാം. അതാണ് മെയിൻ്റനൻസ് ഫംഗ്ഷൻ. നമ്മുടെ ഓർഗനൈസേഷനിൽ എംപ്ലോയീസിനെ നിലനിർത്തി കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ കാര്യം എന്താണ്, പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്ത് അവരെ നമ്മുടെ ഓർഗനൈസേഷനിൽ നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഫംഗ്ഷനാണ് മെയിൻ്റനൻസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനൊക്കെയുള്ള ഡാറ്റ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആര്? ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം, അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്താണ്, ഏതൊക്കെ രീതിയിൽ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫോർമേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.